ഖദീജ സുൽത്താനയും മാഹി ദേവരാനും സംസാരിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തെ നാണം കെടുത്തിയെന്നാണ് വാലിദ പറയുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒന്നും ഒരു വിലയുമില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സുൽത്താന. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും. എന്നെ നോക്ക്, ഞാൻ എത്ര സങ്കടപ്പെട്ടു, കാത്തിരുന്നു. ഇപ്പോൾ ഇൻക്യാരം എന്നെ രാത്രി അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിച്ചിരിക്കുകയാണ്. മാഹിദേവരാൻ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല മാഹിദേവരാൻ, എൻ്റെ വാലിദ എന്ത് തീരുമാനിക്കുന്നോ അതേ ഇവിടെ നടക്കുകയുള്ളൂ. നിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. മാഹിദേവരാൻ്റെ മുഖം മാറി. വാലിദയാണ് ഇവിടെ എല്ലാവരുടെയും ജീവിതം നിയന്ത്രിക്കുന്നത്. നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല മാഹിദേവരാൻ. ഖദീജ സുൽത്താൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ, നിനക്ക് വിഷമമായോ? മാഹിദേവരാൻ ഇല്ല എന്ന് തലയാട്ടി. സുൽത്താന, എനിക്ക് പോകാൻ സമയമായി. മുസ്തഫ അങ്ങോട്ട് വരുന്നു. ഖദീജ, ഞങ്ങൾ ബാബയെ കാണാൻ പോകുന്നു, ഞങ്ങളുടെ കൂടെ വാ. ഖദീജ ഒന്നും മിണ്ടാതെ അവനെ ഹഗ് ചെയ്തു. ഹുറം ഹരത്തിലേക്ക് വരുമ്പോൾ അവിടെ പെണ്ണുങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു. അവൾ അവരെ നോക്കി ചിരിച്ചു. വാ, ഞങ്ങളോടൊപ്പം വന്ന് ഫുഡ് കഴിക്ക്. ഒരു പെണ്ണ് അവളെ വിളിച്ചു. തീർച്ചയായും, ഞാൻ കുറേ നാളായി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട്. നിഗാർ അങ്ങോട്ട് വരുന്നു. ഹുറം സുൽത്താന, ഇവിടെ നിൽക്കുകയാണോ? നിഗാർ, ഞാൻ സുംബുലാഗിയോട് ചോദിച്ചു, ഇന്ന് രാത്രി ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോയെന്ന്. പക്ഷേ അയാൾ എന്നോടൊന്നും പറഞ്ഞില്ല. നീയെങ്കിലും പറ, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? സത്യമായി എനിക്കൊന്നും അറിയില്ല. ആർക്കും ഒന്നും അറിയാത്തതാണോ അല്ലെങ്കിൽ എല്ലാവരും എന്നോട് നുണ പറയുന്നതാണോ? നിഗാർ മുഖം തിരിച്ചു. ഹുറം അവളെ ഒന്ന് നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ അവരോടൊപ്പം ചെന്നിരുന്നു. മാഹിദേവരാൻ വരുമ്പോൾ ഹുറം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണുന്നു. മാഹിദേവരാൻ ഗുൽഷയെ നോക്കി. ഗുൽഷ മുന്നോട്ട് വരുന്നു. നിഗാർ കാഫ, മാഹിദേവരാൻ സുൽത്താനയ്ക്ക് കുളിക്കണം. എല്ലാം റെഡിയാണോ? ഇപ്പോൾ റെഡിയാവും സുൽത്താന, നിഗാർ പറഞ്ഞു. അവർ ചിരിച്ചിട്ട് പോകുന്നു. ആയിഷയ്ക്ക് സന്തോഷമായി. ഇന്ന് വ്യാഴാഴ്ചയാണ്. സുൽത്താന ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് പോകുന്നു. ഹുറം സുൽത്താന, ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? മാഹിദേവരാൻ സുൽത്താനയാണ് ഇൻക്യാർ അദ്ദേഹത്തിൻ്റെ മുഖ്യ പത്നിയായി കണക്കാക്കിയിരിക്കുന്നത്, ആയിഷ പറഞ്ഞു. മാഹിദേവരാൻ അപ്പുറത്ത് നിന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ആയിഷ, വായടയ്ക്ക്, നിഗാർ പറയുന്നു. നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഞാൻ കാണിച്ചു തരാം, എല്ലാവർക്കും കാണിച്ചു തരാം ആരാണ് ഇൻക്യാരത്തിൻ്റെ മുഖ്യ പത്നിയെന്ന്, ഹുറം ഒച്ച വെച്ച് പറഞ്ഞു. മാഹിദേവരാൻ അത് കേട്ടുകൊണ്ട് നിന്നു. നീ ഇത് പോയി മാഹിദേവരാൻ സുൽത്താനയോട് പറ. ആയിഷ, സൂക്ഷിച്ച് സംസാരിക്കണം, ഹുറം പറഞ്ഞു. സാദിഖ് ഇതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുന്നു. ഹുറം സുൽത്താന, നിഗാർ വന്ന് വിളിക്കുന്നു. ഹുറം ഒന്ന് അടങ്ങി. നീ എന്ത് ചെയ്യും? ഞങ്ങളുടെ മുഖത്ത് വിഷം പുരട്ടെ വൃത്തിയേടാക്കുമോ? ആയിഷ, നീ സംസാരിക്കുന്ന ഒരു സുൽത്താനയോടാണ്, അത് ഓർമ്മ വേണം. സൂക്ഷിച്ച് സംസാരിക്കണം, ഹുറം ഒച്ച വെച്ച് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും? നിന്നെ കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കും. നീ ചത്ത ആയിഷ. സുംബുലും നിഗാറും കൂടി അവളെ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുന്നു. നിന്റെ വായടയ്ക്ക് ആയിഷ, നിഗാർ പറയുന്നു. സാദിഖ എല്ലാം നോക്കി നിന്നു. ഇബ്രാഹിം രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാൾ വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ചീസും ബ്രെഡും എല്ലാം എനിക്ക് ഭയങ്കരമായി മിസ് ചെയ്യുന്നു, ഇബ്രാഹിം പറഞ്ഞു. ഇന്നാ ഈ മീൻ മുഴുവൻ നിനക്കാ, നിക്കോ പറഞ്ഞു. തിയോ, നീ എങ്ങനെ ഇത്ര പണക്കാരനായി? നിനക്ക് സ്വന്തം സെർവൻസൊക്കെ എങ്ങനെ ഉണ്ടായി? ബാബ ചോദിച്ചു. ഞാനിപ്പോൾ ഇബ്രാഹിമാണ്. ആദ്യം ഞാൻ മനിസയിലായിരുന്നു. അവിടുത്തെ ഒരു കുടുംബം എന്നെ ദത്തെടുത്തു. നല്ല വിദ്യാഭ്യാസം തന്നു. ഒരിക്കൽ സുൽത്താൻ സുലൈമാൻ ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൃഷിസ്ഥലത്തെത്തി. ഞാൻ അവിടെ വയലിൻ വായിക്കുകയായിരുന്നു. അത് കേട്ട് അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന് എൻ്റെ വയലിൻ വായന ഇഷ്ടപ്പെട്ടു. ബാബയും നിക്കോയും പരസ്പരം നോക്കി ചിരിച്ചു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. 7 വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം മനിസയിലെ പാലസിലായിരുന്നു. പിന്നെ അദ്ദേഹം ബാദുഷയായി. ഞങ്ങൾ ടോപ്പ് കാപ്പി പാലസിലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രധാന സഹായിയായി. നല്ല കൂട്ടുകാരനായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായി. ഞങ്ങൾ ബെൽഗ്രേഡും റോഡസും എല്ലാം പിടിച്ചടക്കി. റോഡസിൽ വെച്ച് അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നു. റോഡസിൽ നിന്നും വിജയിച്ച് തിരിച്ചെത്തിയാൽ എൻ്റെ കുടുംബത്തെ കാണാൻ എന്നെ പാർഗയിലേക്ക് വിടാമെന്ന്. ഇൻക്യാരം അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോടൊപ്പം ഫുഡ് കഴിക്കുന്നു. നിൻ്റെ കഥ കേട്ടിട്ട് ഒരു ഫെയറി ടെയിൽ കേട്ടതുപോലെയുണ്ട്. ഇവിടെ നിന്നിരുന്നെങ്കിൽ നീ ഒരു ഫിഷർമാൻ ആയേനെ, ബാബ പറഞ്ഞു. നിക്കോയുടെ മുഖം മാറി. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു ഇബ്രാഹിം. നിൻ്റെ അമ്മ കൂടി ഇവിടെ വേണ്ടതായിരുന്നു, ബാബ പറഞ്ഞു. നിക്കോ നിരാശയോടെ നോക്കുന്നു. ഹുറം ദേഷ്യത്തിൽ അവളുടെ ചേംബറിൽ നടക്കുന്നു. ഞാൻ അവളെ കൊല്ലും. അവളുടെ നാവ് ഞാൻ പിഴുതെടുക്കും. ആയിഷ എപ്പോഴും ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. ഹുറം, ഒന്ന് നിർത്ത്, ഗുൽനിഹാൽ പറഞ്ഞു. നീ എൻ്റെ കൂടെയല്ല, എൻ്റെ ശത്രുവിൻ്റെ കൂടെയാണ്. എനിക്കറിയാമത്. ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന്. ഗുൽനിഹാൽ അവളെ നോക്കി അവിടെ തന്നെ നിന്നു. 2 പേരും ഇവിടുന്ന് പൊക്കോ. എൻ്റെ പിള്ളേരെ ഞാൻ തന്നെ നോക്കിക്കോളാം. അവർ അവിടുന്ന് ഇറങ്ങിപ്പോയി. മാഹിദേവരാൻ ഷെഹസാദ് മുസ്തഫയെയും കൊണ്ട് സുലൈമാൻ്റെ ചേംബറിലേക്ക് ചെല്ലുന്നു. മുസ്തഫ ഓടി സുലൈമാൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ പൊന്നു മോനെ, സിംഹക്കുട്ടി. അയാൾ അവനെ എടുത്ത് മടിയിലിരുത്തി ഹഗ് ചെയ്തു. മാഹിദേവരാൻ അവരെ നോക്കി ചിരിച്ചു. നീ വലുതായി. നോക്ക്, എൻ്റെ മടിയിലിരിക്കാൻ പറ്റുന്നില്ല. വാ, ചെയറിലിരിക്കാം.
അയാൾ മുന്നിലുള്ള ചെയറിലിരുത്താൻ പോകുമ്പോൾ മാഹിദേവരൻ വേഗം അതിലേക്കൊരു പില്ലോ എടുത്തു വെച്ചു. സുലൈമാൻ ഷെഹ്സാദ് മുസ്തഫയെ അതിലേക്ക് ഇരുത്തി. സുലൈമാൻ അവന് കുറച്ച് മഷിയും പേനയും പേപ്പറും കൊടുത്തിട്ട് പറയുന്നു, നിനക്കിഷ്ടമുള്ളത് വരച്ചോ. മുസ്തഫ മാഹിദേവരാനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, വാലിദ പൊക്കോ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ നിങ്ങളെ ശല്യപ്പെടുത്താതെ നിന്നോളാം. ശരി, മുസ്തഫ പറഞ്ഞു. സുലൈമാൻ മാഹിദേവരാനെ നോക്കാതെ ചിരിച്ചു. അയാൾ എന്തോ എഴുതുകയായിരുന്നു. ബാബാ, ഇബ്രാഹിം എപ്പോൾ തിരിച്ചു വരും? എനിക്ക് ഇബ്രാഹിമിനെ മിസ് ചെയ്യുന്നു. മാഹിദേവരാനെ നോക്കി. ഇബ്രാഹിം പെട്ടെന്ന് തന്നെ വരും. രാത്രി നിക്കോയും ഇബ്രാഹിമും സംസാരിച്ചിരിക്കുന്നു. ബാബ നാളെ കടലിൽ പോകുന്നു എന്ന് പറഞ്ഞു. നീയും പോകുന്നുണ്ടോ? എൻ്റെ സഹോദരനെ തനിച്ചാക്കി ഞാൻ എങ്ങും പോകുന്നില്ല. നിക്കോ, നമുക്കൊരു ബോട്ട് വാങ്ങിയാലോ? പിന്നെ കടലിൻ്റെ തീരത്ത് നമുക്കൊരു വീട് പണിയാം. ഈ പാർഗയിലെ തന്നെ ഏറ്റവും വലിയ വീട്. ഇപ്പോൾ തൽക്കാലം ഈ വീടൊന്ന് പുതുക്കി പണിയാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അതൊക്കെ ഒരു ആർഭാടമാവും. നീ ഇത്ര പണമൊന്നും മുടക്കണ്ട. പിന്നെ നീ ഇവിടുന്ന് തിരികെ പോവുകയല്ലേ? ഞങ്ങൾക്കിതൊക്കെ ധാരാളം. ഞാൻ എങ്ങും പോകുന്നില്ല നിക്കോ, ഇബ്രാഹിം പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് നിന്നെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അമ്മ വന്ന് വഴക്ക് പറയുമായിരുന്നു. നീ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലല്ലോ. നീ എന്നെ ഓർത്തിരുന്നോ തീയോ? ഞങ്ങളെ മറന്ന് നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. നിന്നെ നഷ്ടപ്പെട്ട അന്നു മുതൽ എനിക്ക് എൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട വേദനയായിരുന്നു. അവർ എന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ മുതൽ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചെത്താമെന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ ഇങ്ങോട്ടുള്ള തിരിച്ചുവരവ് മാത്രമാണ് കണ്ടിരുന്നത്. സ്വന്തം വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ട് അന്യനാട്ടിൽ അനാഥനായി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ വേദന നീ അനുഭവിച്ചിട്ടുണ്ടോ നിക്കോ? ഇവിടുന്ന് പോയ ആ നിമിഷം മുതൽ ഞാൻ ആ വേദനയിലാണ് ജീവിക്കുന്നത്, ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് നിക്കോയ്ക്കും കരച്ചിൽ വന്നു. ശരി, എല്ലാം വിട്. നിക്കോ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ്റെ കണ്ണീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് കയ്യിലിരുന്ന തുണിക്കെട്ട് അവന് കൊടുത്തു. ഇത് ഞാൻ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇബ്രാഹിം അത് തുറന്നു നോക്കി. അതിലൊരു വയലിൻ ആയിരുന്നു. എൻ്റെ അമ്മയുടെ വയലിൻ, ഇബ്രാഹിം പറഞ്ഞു. വയലിൻ വായിക്കാൻ നിനക്ക് ഓർമ്മയുണ്ടോ? അമ്മ പഠിപ്പിച്ചത് നീ മറന്നോ? ഞാൻ ഒന്നും മറന്നിട്ടില്ല നിക്കോ. ഇബ്രാഹിം വയലിൻ വായിക്കുന്നത് കേട്ട് അവരുടെ ബാബയും അങ്ങോട്ട് വന്നിരുന്നു. എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ഗുൽനിഹാൽ ആയിഷയോട് വന്ന് പറയുന്നു, നീ എന്തിനാ ആയിഷ വെറുതെ ഹുറവുമായി ഉടക്കാൻ നിൽക്കുന്നത്? അവൾ എന്നോട് ചെയ്തത് നീ കണ്ടതല്ലേ? പിന്നെ എനിക്കാരെയും പേടിയില്ല. അവളോട് പോകാൻ പറ. സാദിഖ് അങ്ങോട്ട് കയറി വരുന്നു. ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. നീ ഞങ്ങളുടെ സംസാരം കേട്ട് നിൽക്കുകയാണോ? ആയിഷ ചോദിച്ചു. ഇല്ല, ഞാൻ ഉറങ്ങാൻ വന്നതാ. അവൾ പോയി കിടന്നു. മാഹിദേവരാനും ഷെഹ്സാദ് മുസ്തഫയും ഉറങ്ങി. സുലൈമാൻ അവരെ വന്ന് നോക്കിയിട്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നു. ഖദീജ സുൽത്താന അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട സുലൈമാൻ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോയി. ഖദീജ സുൽത്താന വിഷമത്തോടെ നിന്നു. സുലൈമാൻ ഷെഹ്സാദ് മുസ്തഫയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാതെ ആലോചിച്ച് കിടന്നു. രാത്രി മാഹിദേവരാൻ എണീറ്റ് നോക്കിയപ്പോൾ സുലൈമാനെ കാണുന്നില്ല. അവൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സുലൈമാൻ കുളിക്കുകയായിരുന്നു. വസ്ത്രം മാറ്റി മാഹിദേവരാനും കയറി ചെല്ലുന്നു. ആരോ വരുന്ന ശബ്ദം കേട്ട് സുലൈമാൻ ശ്രദ്ധിക്കുന്നു. അവൾ അയാളുടെ ദേഹത്ത് കൈവച്ചു. സുലൈമാൻ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ മാഹിദേവരാൻ പറയുന്നു, ഇൻക്യാരം, നിങ്ങളുടെ ദാസി ഇത് ചെയ്യാൻ അനുവദിക്കൂ. ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്. മാഹിദേവരൻ്റെ തൊണ്ടയിടറി. നിങ്ങളുടെ സ്നേഹത്തിനും തലോടലിനുമായി ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. സുലൈമാൻ കൈവിട്ടു. മാഹിദേവരാൻ വെള്ളമെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. സുലൈമാൻ നിർവികാരതയോടെ ഇരുന്നു. മാഹിദേവരാന് കരച്ചിൽ വന്നു. രാത്രി സാദിഖ എഴുന്നേറ്റ് കത്തിയെടുത്തു. എന്നിട്ട് പോയി ബോൺകുട്ടാഗിക്ക് ഒരു ലെറ്റർ കൈമാറി. ആയിഷ അത് ഒളിച്ചു നിന്ന് കണ്ടു. സാദിഖ തിരികെ വരുമ്പോൾ ആയിഷ അവളുടെ മുന്നിലേക്ക് വരുന്നു. നീ എന്താ ആയിഷ ഇവിടെ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ചൂടെടുത്തിട്ടൊന്ന് കാറ്റുകൊള്ളാനായി ഇറങ്ങിയതാ. നീ നുണ പറയണ്ട. നീ ബോൺകുട്ടാഗിയുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ സുംബുലാഗിയുടെ അടുത്തേക്ക് വരണം. അല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് എല്ലാവരെയും ഉണർത്തും. ശരി, ഞാൻ വരാം. ആയിഷ മുന്നോട്ട് നടന്നു. സാദിഖ് അവളെ പുറകിൽ നിന്ന് കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് കത്തി കൊണ്ട് അവളുടെ കഴുത്ത് മുറിക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിയിട്ട് അവിടുന്ന് പോയി. രാവിലെ 2 പെണ്ണുങ്ങൾ ആയിഷയെ കണ്ട് നിലവിളിക്കുന്നു. എല്ലാവരും വന്ന് നോക്കി. മാഹിദേവരാൻ സുൽത്താന മുസ്തഫയെ ക്ലാസ്സിൽ പോകാനായി ഒരുക്കുകയായിരുന്നു. വാലിദ, ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് ഒറ്റയ്ക്ക് പൊക്കോളാം. ഗുൽഷ എൻ്റെ കൂടെ വരണ്ട. അതെന്താ? ബാബ പറഞ്ഞു ഞാൻ വലുതായെന്ന്. മാഹിദേവരാന് ചിരി വന്നു. ഗുൽഷ അങ്ങോട്ട് കയറി വന്നു. ഗുൽഷ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അങ്ങനെ ആവട്ടെ എൻ്റെ ഷെഹ്സാദ്, ഗുൽഷ പറഞ്ഞു. സുൽത്താന, ഒന്ന് വന്നേ, ഗുൽഷ വിളിക്കുന്നു. അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. ആയിഷയെ ആരോ കഴുത്ത് മുറിച്ച് കൊന്നു. എന്താ? മാഹിദേവരാൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. ഗുൽനിഹാൽ ഹുറത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അവളുടെ മുഖത്ത് പേടിയുണ്ടായിരുന്നു. വാ, നിന്റെ പണിഷ്മെൻറ്റ് കഴിഞ്ഞു, ഗുൽനിഹാൽ പേടിച്ച് പറയുന്നു. ആയിഷ വീണ്ടും അവളുടെ പേര് തന്നെയാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് അവളെപ്പറ്റി ഒന്നും കേൾക്കണ്ട. അവൾ മരിച്ചു പോയി. ഹുറം അതിശയിച്ച് നോക്കുന്നു. അവൾ മരിച്ചോ? എങ്ങനെ?
അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ? ഹുറം അടുത്തേക്ക് വന്ന് ചോദിച്ചു. ആരോ അവളെ കഴുത്തു മുറിച്ച് കൊന്നതാ. ആര്? ആർക്കും അറിയില്ല. പാവം പെണ്ണ്, കഷ്ടമായിപ്പോയി. ഗുൽനിഹാൽ സംശയത്തോടെ ഹുറത്തെ നോക്കുന്നു. സുംബുലാഗ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് കയറി ചെല്ലുന്നു. അവരെ കുമ്പിട്ടു. വാലിദ സുൽത്താന, ഇന്നലെ രാത്രി ആയിഷയെ ആരോ കഴുത്തു മുറിച്ച് കൊന്നു. താൻ എന്താ സുംബുലാഗ ഈ പറയുന്നത്? സാദികയും അത് കേട്ട് നിന്നു. അവളുടെ ബോഡി മുറ്റത്ത് കിടക്കുകയായിരുന്നു. ചുറ്റും ചോരയുണ്ടായിരുന്നു. ആരാണിത് ചെയ്തത് സുംബുലാഗ? ഒരു കൊലയാളിയെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരാണെങ്കിലും കണ്ടെത്തണം. സാദിക ഒന്നും അറിയാത്തതുപോലെ തലകുനിച്ച് നിന്നു. സുംബുൽ അവളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സാദിക അയാളുടെ നോട്ടം കണ്ട് സംശയിച്ച് നോക്കുന്നു. സാദിക വാലിദ സുൽത്താനയുടെ ചേംബറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സുംബുൽ പെട്ടെന്ന് വന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടും. എനിക്കൊന്നും അറിയില്ല, അവൾ ഒരുവിധം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരേ റൂമിലല്ലേ താമസിച്ചിരുന്നത്? ദിവസവും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ വഴക്കാണ്. എന്നോട് നുണയൊന്നും പറയാൻ നിൽക്കണ്ട. നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ വാലിദ സുൽത്താനയുടെ അടുത്ത് കൊണ്ടുപോയി വാലിദ സുൽത്താനയോട് പറയും നീയാണിത് ചെയ്തതെന്ന്. ഇന്നലെ രാത്രി ഗുൽനിഹാൽ ഞങ്ങളുടെ റൂമിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ ബെഡിൽ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ആയിഷ അവളുടെ ബെഡിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവൾ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ടാവുമെന്ന്. സുംബുൽ അവളെ വിട്ടിട്ട് പറയുന്നു. നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. സുംബുൽ അവിടുന്ന് പോകുന്നു. സാദിക ചുമച്ചുകൊണ്ട് അയാളെ തന്നെ നോക്കി നിന്നു. ദായ ഹാത്തൂനും നിഗാർ കാഫിയും ഹരത്തിലെ പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ വേഗം പറഞ്ഞു. ദായ ഹാത്തൂൻ പറയുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ലേ? അറിയാവുന്നത് പറ, നിഗാർ പറഞ്ഞു. ആരാണത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആയിഷയോട് ഏറ്റവും ദേഷ്യമുള്ളത് ആർക്കാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരു പെണ്ണ് പറഞ്ഞു. ആരാ അത്? ആരും ഒന്നും മിണ്ടിയില്ല. തല കുനിച്ച് നിന്നു. ദായ ഹാത്തൂൻ ചോദിച്ചത് കേട്ടില്ലേ? പറ. ഹുറം ഹാത്തൂൻ. ഇന്നലെ ഇവിടെ നടന്നത് നിങ്ങളും കണ്ടതല്ലേ നിഗാർ കാഫ? ഹുറം ഹാത്തൂൻ ആയിഷയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോയത് നിങ്ങളും കേട്ടതല്ലേ? ആ പെണ്ണ് പറഞ്ഞു. ഹുറം ഹാത്തൂൻ എന്തു പറഞ്ഞു? ഞാൻ നിന്നെ കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ശരിയാണോ? നിങ്ങളെല്ലാവരും അത് കേട്ടോ? ദായ ഹാത്തൂൻ എല്ലാവരോടും ചോദിച്ചു. ഹുറം ഹാത്തൂൻ അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാവും ദായ ഹാത്തൂൻ. നമുക്കൊരു ഷേസാദിൻ്റെ അമ്മയ്ക്കെതിരെ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കാനാവില്ല, നിഗാർ പറഞ്ഞു. സുംബുൽ അങ്ങോട്ട് കയറി വരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും കേട്ടതാണ് ഹുറം ഹാത്തൂൻ അങ്ങനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ തന്നെയാണിത് ചെയ്തതെന്ന്, മറ്റൊരു പെണ്ണ് പറഞ്ഞു. നമുക്ക് ആയിഷയുടെ റൂംമേറ്റ് സാദികയോട് ഇതേപ്പറ്റി ചോദിക്കാം, ദായ ഹാത്തൂൻ പറയുന്നു. ഞാൻ ചോദിച്ചു ദായ ഹാത്തൂൻ. അവൾക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. ഗുൽഫം ഹദീജ സുൽത്താനയുടെ അടുത്ത് പറയുന്നു. ഇന്ന് രാവിലെ സുംബുലാഗി എന്നോട് പറഞ്ഞു ഇൻക്യാരം ഇബ്രാഹിം പാഷയുടെ അടുത്തേക്ക് ഒരു മെസ്സഞ്ചറെ അയച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഇൻക്യാരത്തോടൊന്നും സംസാരിക്കാൻ പോലും ആവുന്നില്ലല്ലോ ഗുൽഫാം. മാഹിദ് എവരാൻ അങ്ങോട്ട് കയറി വരുന്നു. നിങ്ങൾ കേട്ടോ സുൽത്താന? ആരോ ആയിഷയെ കഴുത്തു മുറിച്ച് കൊന്നിരിക്കുന്നു. എല്ലാവരും പറയുന്നത് ഹുറം ഹാത്തൂനാണെന്നാണ്. ഹദീജ സുൽത്താനയും ഗുൽഫാമും വിശ്വസിക്കാനാവാതെ പരസ്പരം നോക്കി. ഇബ്രാഹിം പാഷ പോയപ്പോൾ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞുമറിയാൻ തുടങ്ങി, മാഹിദ് എവരാൻ പറഞ്ഞു. ഹദീജ സുൽത്താന അവളെ നോക്കി. ഇബ്രാഹിമും നിക്കോയും ഒരു കാട്ടിലിരുന്ന് സംസാരിക്കുന്നു. നീ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ നിക്കോ? ഞാനോ? കുറേ പ്രേമിച്ചു. എല്ലാവരും വേറെ കല്യാണം കഴിച്ചു പോയി. എന്നാലും ഇനി വല്ല മത്സ്യകന്യയെ എങ്ങനെ കിട്ടുമോ എന്ന് ഞാൻ വലയിട്ട് നോക്കാറുണ്ട്. ഇബ്രാഹിമിന് ചിരി വന്നു. നീയോ? ഞാനും പ്രേമിച്ചു. എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാനാവാത്ത ഒരാളെ. അതെന്താ അങ്ങനെ? നീ പണക്കാരനാണ്, ആരോഗ്യമുണ്ട്, എന്നെപ്പോലെ തന്നെ സുന്ദരനാണ്. ഇബ്രാഹിം അത് കേട്ട് ചിരിച്ചു. നിന്നെപ്പോലെ ഒരാളെ ഏത് പെണ്ണാ വേണ്ടെന്ന് വെക്കുന്നത്? ചില സമയങ്ങളിൽ ഇതൊന്നും പോരാതെ വരും. ആ ദുഷ്ടനായ രാജാവിൻ്റെ മോളെയാണോ പ്രേമിച്ചത്? ഏതാണ്ട് അതുപോലെ തന്നെ. മോളല്ല, സഹോദരിയെ. സഹോദരിയെയോ? അത് ശരി. അതുകൊണ്ടാണോ അവർ നിന്നെ അവിടുന്ന് ഓടിച്ചത്? ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ ഫറാദ് പാഷയെ വിളിപ്പിക്കുന്നു. ഇൻക്യാരം, അങ്ങ് എന്തിനാ എന്നെ വിളിച്ചത്? ഫറാദ് പാഷ, ഇന്ന് നമുക്ക് വേഷം മാറി മാർക്കറ്റിൽ പോകാം. വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ഇൻക്യാരം, നമ്മൾ ഇപ്പോൾ തന്നെ പോവുകയാണോ? പോകുന്നതിന് മുമ്പ് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. അതിന് കുറച്ച് സമയം വേണം. അതെന്തിനാ പാഷ? ഇബ്രാഹിം അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുമായിരുന്നല്ലോ. ഫറാദ് പാഷ ഒന്നും മിണ്ടിയില്ല, തല കുമ്പിട്ടു. ഗുൽനിഹാലിനെ സുംബുലാഗ വിളിപ്പിക്കുന്നു. സുംബുലാഗ, ഗുൽനിഹാൽ വിളിച്ചു. ഗുൽനിഹാൽ ഹാത്തൂൻ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? അവൾ തലയാട്ടി. ഞങ്ങൾ ഇന്നലെ രാത്രി കൂടി സംസാരിച്ചിരുന്നു. നീ എപ്പോഴാണ് ഇവിടുന്ന് തിരിച്ച് ഹുറം ഹാത്തൂൻ്റെ അടുത്തേക്ക് പോയത്? ഹുറം ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പോയില്ല. ഹുറം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഞങ്ങൾ മറ്റു പെണ്ണുങ്ങളുടെ കൂടെയാണ് ഇന്നലെ കിടന്നത്. എന്തിനാ അവൾ ദേഷ്യപ്പെട്ടത്? അവൾ ആയിഷയോട് ദേഷ്യത്തിലായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലെന്ന്. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ഞങ്ങളെ പുറത്താക്കി. അവൾ അവിടെ ഒറ്റയ്ക്കായിരുന്നോ? അതെ. ഗുൽനിഹാൽ തലയാട്ടി. സുംബുലാഗ, എനിക്ക് പേടിയാവുന്നു. സുംബുൽ അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. നീ പേടിക്കണ്ട, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സുംബുൽ പറഞ്ഞു.
പെട്ടെന്ന് ദായ ഹാത്തുൻ അങ്ങോട്ട് കയറി വന്നു. സുംബുൽ അവളുടെ കൈ വിട്ടിട്ട് മാറി നിന്നു. ദായ ഹാത്തുൻ സംശയത്തോടെ അവരെ നോക്കുന്നു. എന്തെങ്കിലും കണ്ടെത്തിയോ സുംബുൽ? സുംബുൽ പിന്നെ പറയാമെന്ന ഭാവത്തിൽ നോക്കി. ദായ ഹാത്തുൻ തലയാട്ടി. ഖദീജ സുൽത്താന സുൽത്താൻ സുലൈമാനെ കാണാൻ വരുന്നു. ഇൻക്യാരം അകത്തുണ്ടോ? ഇല്ല, ഇൻക്യാരം പുറത്തുപോയി. ഇൻക്യാരം വരുന്നവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഇബ്രാഹിം പാഷയുടെ റൂമിലിരുന്നോളാം. അവൾ ആ റൂമിലേക്ക് കയറി. ഇബ്രാഹിമിൻ്റെ ടേബിളിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തൊട്ടു നോക്കുന്നു. എന്നിട്ട് സോഫയിൽ വന്നിരുന്നു. സുലൈമാൻ മാർക്കറ്റിൽ നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ട മാത്രാച്ചി അടുത്തേക്ക് വന്ന് കുമ്പിട്ടു. തന്നെ കുറേ ആയല്ലോ മാത്രാച്ചി കണ്ടിട്ട്. ഇബ്രാഹിം പാഷ പോയില്ലേ ഇൻക്യാരം? അദ്ദേഹം തിരിച്ചെത്താറായെന്ന് തോന്നുന്നു, മാത്രാച്ചി പറഞ്ഞു. സർ, ഇത് നോക്കൂ, പുതിയ തരം തുണികൾ വന്നിട്ടുണ്ട്. ഒരു കടക്കാരൻ വിളിച്ചു പറയുന്നു. ഇതെവിടുന്ന് വന്നതാ? ഇത് അലപ്പോയിൽ നിന്നും. നിങ്ങളുടെ കയ്യിൽ ബുർസ സിൽക്ക് ഉണ്ടോ? സുലൈമാൻ ചോദിച്ചു. ഉണ്ട്, അത് കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നോക്ക്, ഇതിൽ കുറച്ച് പാലസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ ഇവിടെ വന്ന് പെട്ടി നിറയെ ബുർസ സിൽക്ക് വാങ്ങിക്കൊണ്ടുപോയി. നിങ്ങൾക്കെന്താ ഇബ്രാഹിമിനോട് ഇത്ര ഇഷ്ടം? ഞങ്ങളുടെ സുൽത്താന് പ്രിയപ്പെട്ടവർ ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരാണ്. സുലൈമാൻ അത് കേട്ട് സന്തോഷമായി. മാത്രാച്ചി ഇബ്രാഹിം പാഷയുടെ അടുത്ത കൂട്ടുകാരനാണ്, അയാൾ പറഞ്ഞു. സുലൈമാൻ മാത്രാച്ചിയെ നോക്കി. വരൂ മാത്രാച്ചി, നമുക്ക് പോകാം. സുലൈമാൻ മുന്നോട്ട് നടന്നു. ഫറാദ് പാഷ മുന്നോട്ട് വന്ന് ചോദിക്കുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇൻക്യാരം? സെംബേലി ഹോജയെ കാണാൻ പോകുന്നു. ബാസ്ക്കറ്റിൽ വന്നിരിക്കുന്ന നാട്ടുകാരുടെ പരാതികളൊക്കെ എടുത്ത് വായിക്കാം. ഫറാദ് പാഷയുടെ മുഖം മാറി. സെംബേലി ഹോജ ബാസ്ക്കറ്റിൽ നിന്നൊരു പരാതി എടുത്ത് വായിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കൂ ഹോജ എഫൻഡി. ഫറാദ് പാഷ ഞങ്ങളുടെ കയ്യിൽ നിന്നും അന്യായമായി ടാക്സ് പിരിക്കുകയാണ്. ഞങ്ങൾ പണിയെടുക്കുന്ന പൈസ മുഴുവൻ അയാൾ വാങ്ങുന്നു. ഞങ്ങൾക്ക് ബ്രെഡ് വാങ്ങാൻ പോലും പണം തികയുന്നില്ല. രാവും പകലും പണിയെടുത്ത് ഞങ്ങൾക്ക് മതിയായി. അയാൾ അടുത്ത പരാതി എടുത്തു. ഞങ്ങൾ എഡ്രിനെ കാഫിയിലെ വ്യാപാരികളാണ്. ഫറാദ് പാഷ ഞങ്ങളുടെ വ്യാപാരമെല്ലാം ഇല്ലാതാക്കുകയാണ്. ഇസ്ലാമിക പുരോഹിതൻ്റെ സ്ഥാപനത്തിലേക്ക് സുലൈമാൻ എത്തി. അങ്ങ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇൻക്യാരം. ഞാൻ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാ. താങ്കളെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങ് ഇങ്ങോട്ട് തനിച്ചാണോ വന്നത് ഇൻക്യാരം? എൻ്റെ കൂടെ ഫറാദ് പാഷയുണ്ട്. അദ്ദേഹം പുറത്ത് ആളുകളുമായി സംസാരിക്കുകയാണ്. ആളുകൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അത്ര നല്ല കാര്യമാവില്ല. അതെന്താ ഹോജ? കംപ്ലയിൻറ്റ് ബോക്സിൽ കിട്ടിയ കംപ്ലയിൻറ്റുകൾ മിക്കതും ഫറാദ് പാഷയെക്കുറിച്ചാണ്. അയാൾ അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കംപ്ലയിൻസാണ് വന്നിരിക്കുന്നത്? അഴിമതി, പിടിച്ചുപറി, എല്ലാമുണ്ട്. അത് കേട്ട് സുലൈമാന് വിഷമമായി. അയാൾ പറയുന്നു. തെറ്റാര് ചെയ്താലും അതിൻ്റെ ശിക്ഷ അയാൾക്ക് കിട്ടും. സുലൈമാൻ പറഞ്ഞു. ഇപ്പോൾ പീരിപ്പാഷയ്ക്ക് കിട്ടിയതുപോലെയാണോ? അലിഹോജ ചോദിച്ചു. സുലൈമാൻ അയാളെ ഒന്ന് നോക്കി. ഇങ്ങനെ അന്യായമായി പെരുമാറരുത് അലിഹോജ. അത് ഏറ്റവും വലിയ പാപമാണ്. പീരിപ്പാഷ താങ്കളുടെ അടുത്ത ബന്ധു ആയതുകൊണ്ട് സത്യം കണ്ടില്ലെന്ന് വെക്കരുത്. പീരിപ്പാഷയോട് ചെയ്തത് അന്യായമായിരുന്നു ഇൻക്യാരം. താങ്കളും ഞങ്ങളോടൊപ്പം റോഡസിൽ ഉണ്ടായിരുന്നതല്ലേ അലിഹോജ? അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ? പീരിപ്പാഷ എനിക്ക് തന്ന സീൽ ഞാൻ അദ്ദേഹത്തിന് തന്നെ തിരികെ കൊടുത്തു. കാരണം യുദ്ധഭൂമിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി വേണം നിൽക്കാൻ. അദ്ദേഹത്തിൻ്റെ തെറ്റായ തീരുമാനം കാരണം നമ്മുടെ എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത് കണ്ട് താങ്കളും കണ്ണീരൊഴുക്കിയതല്ലേ? അലിഹോജ തലകുനിച്ചു. താങ്കൾ അതൊക്കെ മറന്നു കാണും. പക്ഷേ എനിക്കത് മറക്കാനാവില്ല. അദ്ദേഹത്തെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. ഞാനത് ചെയ്തു. സുലൈമാൻ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു പരാതി എടുത്ത് തുറക്കാൻ പോകുന്നു. പീരിപ്പാഷയ്ക്ക് പകരം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അങ്ങ് കൊടുത്തത് അങ്ങയുടെ സഹായി ഇബ്രാഹിമിനാണ്. അത് പരമ്പരാഗതമായി തുടർന്നു വരുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ന്യായമായും ഇത്രയും വർഷത്തെ അനുഭവമുള്ള അഹമ്മദ് പാഷയാണ് ആ സ്ഥാനത്തിന് അർഹനായ ആൾ, അലിഹോജ പറഞ്ഞു. ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു അത്. ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അലിഹോജ. കൊടുത്ത സ്ഥാനത്തിന് അർഹരല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനും ആവശ്യമെങ്കിൽ തലവെട്ടാനും എനിക്ക് മടിയില്ല. മനസ്സിലായോ? അലിഹോജ തലകുനിച്ചു. സാദിക വാലിദ സുൽത്താനയ്ക്ക് മാഹി ദവ്രാനും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് സൈഡിലേക്ക് മാറി നിന്നു. ആയിഷയുടെ കൊലപാതക വാർത്തയറിഞ്ഞ് എല്ലാവരും ഭയത്തിലാണ് വാലിദ, മാഹി ദവ്രാൻ പറഞ്ഞു. സാദിക ശ്രദ്ധിക്കുന്നു. എൻ്റെ മുസ്തഫ ഇത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവൻ കേൾക്കാതെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ആരാവും ഇത് ചെയ്തിരിക്കുന്നത് വാലിദ? ആരാണെങ്കിലും കണ്ടുപിടിക്കും. ഇനി അവരെ ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, വാലിദ സുൽത്താന പറഞ്ഞു. ദായ ഹാത്തുൻ അങ്ങോട്ട് വരുന്നു. ആരാണെന്ന് കണ്ടുപിടിച്ചോ ദായെ? ഞാൻ ഹരത്തിലെ എല്ലാ പെണ്ണുങ്ങളോടും ചോദിച്ചു. അവർ പറയുന്നത് ഇന്നലെ ഇവിടെ ഒരു വഴക്ക് നടന്നിരുന്നു എന്നാണ്. ഹുറം ഹാത്തുനും ആയിഷയും തമ്മിൽ വഴക്കുണ്ടായി. ഹുറം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആയിഷയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത്. അത് കേട്ട് സാദികയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വന്നു. സുംബുലാഗയും നിഗാർ കാഫയും ഇത് കേട്ടിരുന്നു. വാലിദ സുൽത്താന ആലോചിക്കുന്നു. ബഹളം ഞാനും കേട്ടിരുന്നു വാലിദ. പിന്നെ ഹുറം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഗുൽനിഹാലിനോട് ചെയ്ത ക്രൂരത നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ആയിഷയോടും ഇത് ചെയ്തത് ഹുറം തന്നെയാവും, മാഹി ദവ്രാൻ പറഞ്ഞു. ഗുൽനിഹാൽ എന്തു പറയുന്നു ദായെ? അവൾക്ക് പേടിയുണ്ടോ? ഗുൽനിഹാൽ പറഞ്ഞത് ഇന്നലെ രാത്രി ഗുൽനിഹാലിനെയും മറ്റേ പെണ്ണിനെയും അവൾ പുറത്താക്കി. ഹുറം ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. വാലിദ സുൽത്താൻ ഒന്ന് ആലോചിച്ചിട്ട് വേഗത്തിൽ ഹുറത്തിൻ്റെ അടുത്തേക്ക് പോന്നു. ഹുറം കുഞ്ഞുങ്ങളെ ഉറക്കുകയായിരുന്നു.
അവൾ എണീറ്റ് വാലിദ സുൽത്താനയെ കുമ്പിട്ടു. നിന്റെ ബഹുമാനമൊന്നും എനിക്ക് വേണ്ട. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അവൾ സംശയിച്ച് നോക്കുന്നു. എന്നിട്ട് തല കുനിച്ച് ചോദിക്കുന്നു, എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം വാലിദ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്താ നിന്റെ വിചാരം? ഇന്നലെ നീയല്ലേ ആയിഷയെ കൊല്ലുമെന്ന് പറഞ്ഞത്? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. നിന്റെ ദേഷ്യം തീർക്കാൻ നീ തന്നെയാണ് ആയിഷയെ കൊന്നത്. അല്ല, ഞാൻ കൊന്നിട്ടില്ല. സത്യമായി ഞാൻ കൊന്നിട്ടില്ല. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. നീ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നത് വരെ എൻ്റെ പേരക്കുട്ടികൾ ഇനി നിന്റെ കൂടെ ഇവിടെ നിൽക്കില്ല. ദായേ, കുട്ടികളെ എടുത്തോ. ഇല്ല, ഞാൻ തരില്ല. അവളെ ഇവിടെ ഇട്ട് പൂട്ടിയിട്ട് കാവലിന് ആളെ നിർത്ത്. വാലിദ സുൽത്താന പറഞ്ഞിട്ട് പോയി. സുംബുലും ദായ ഹാത്തനും കുട്ടികളെ എടുത്ത് പുറകെ ഇറങ്ങി. അള്ളാഹുവിനെ ഓർത്ത് അവരിവിടുന്ന് കൊണ്ടുപോകരുത്. ഹുറം അവരുടെ പുറകെ ഓടിച്ചെന്ന് പറയുന്നു. മുഹമ്മദ്, മെറിമ. ഗാർഡ് വന്ന് അവളെ തള്ളി അകത്തേക്കാക്കിയിട്ട് വാതിലടച്ചു. അവൾ ഡോറിൽ കൊട്ടിക്കൊണ്ട് അലറി വിളിക്കുന്നു. ഇബ്രാഹിമിൻ്റെ ബാബ വീടിന് മുന്നിലിരുന്ന് വല ശരിയാക്കുകയായിരുന്നു. 2 ഗാർഡ്സ് വഴി ചോദിച്ച് അങ്ങോട്ടെത്തുന്നു. അവരെ കണ്ട് അയാൾ എണീറ്റ് നിന്നു. ഞങ്ങൾ ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷയെ കാണാൻ വന്നതാണ്. സുൽത്താൻ സുലൈമാൻ ഖാൻ അദ്ദേഹത്തിനായി ഒരു മെസ്സേജ് തന്നയച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഒരു പാഷയാണോ? ബാബ ചോദിച്ചു. നിങ്ങളാരാണ്? ഗാർഡ്സ് തിരിച്ചു ചോദിച്ചു. ഞാനോ? ഞാൻ ഇബ്രാഹിമിൻ്റെ ബാബയാണ്. അത് കേട്ട ഗാർഡ്സ് അയാളെ കുമ്പിട്ടു. ഇബ്രാഹിം പാഷ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഗ്രാൻഡ് വിസിയറാണ്. അത് കേട്ട മനോലിസ് അതിശയിച്ചു നിന്നു. എന്നിട്ട് പറയുന്നു, ഇബ്രാഹിം അവൻ്റെ സഹോദരൻ്റെ കൂടെ ഇവിടെ അടുത്തുവരെ പോയിരിക്കുകയാണ്. അവർ ഇപ്പോൾ തന്നെ തിരിച്ചെത്തും. നിങ്ങൾ അകത്ത് വന്നിരിക്കുക. അവർ അകത്തേക്ക് കയറുന്നു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? കുറച്ച് ഫിഷ് എടുക്കട്ടെ? അവർ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഇബ്രാഹിം തിരിച്ചെത്തി. ദാ, നിങ്ങളുടെ ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ വരുന്നു. സുൽത്താൻ സുലൈമാൻ നിനക്കൊരു മെസ്സേജ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇബ്രാഹിം അവരോടത് തരാൻ പറയുന്നു. ഒരു ഗാർഡ് വന്ന് അയാളുടെ വസ്ത്രത്തിൽ മുത്തിയിട്ട് അത് കൊടുത്തു. അത് കണ്ട ബാബയ്ക്ക് സന്തോഷമായി. നിക്കോ അതിശയിച്ച് നോക്കുന്നു. ഇബ്രാഹിം മാറി നിന്ന് ലെറ്റർ വായിച്ചു. എത്രയും പെട്ടെന്ന് ഇസ്താംബൂളിലേക്ക് തിരിച്ചെത്തണം. ഇത് സുൽത്താൻ സുലൈമാൻ ഖാൻ്റെ കൽപ്പനയാണ്. ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നീ പോയതുപോലെയാകും പിന്നീട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന പ്രതീക്ഷയും വേണ്ട. ഇനി പാർഗയിൽ തുടരാമെന്ന ചിന്ത പോലും വേണ്ട. നിന്നെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഞാൻ അവരോട് ഉത്തരവിട്ടിരിക്കുന്നത്. നിനക്ക് മരണമാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതിവിടെ എൻ്റെ അടുത്താവും. അത് വായിച്ച് ഇബ്രാഹിം അസ്വസ്ഥതയോടെ ദീർഘശ്വാസം എടുത്തു. ബാബയും നിക്കോയും ഇബ്രാഹിമിനടുത്തേക്ക് വന്നു. എനിക്ക് ഇസ്താംബൂളിലേക്ക് തിരികെ പോകണം. ഞാൻ പുറപ്പെടുകയാണ്. ബാബ നിക്കോയെ നോക്കി. ഞങ്ങളും നിൻ്റെ കൂടെ വരുന്നു. നീ തനിച്ചു പോകണ്ട, നിക്കോ പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ ഒന്ന് കണ്ടതേ ഉള്ളൂ. നിന്നെ ഞങ്ങൾ വിടില്ല. ഞങ്ങളും വരും, ബാബ പറയുന്നു. ബാബ, നിങ്ങൾ ഇവിടെയാണ് സുരക്ഷിതർ. ഇവിടെ നിന്നാൽ മതി. നിന്നെ അവർ കൊല്ലാൻ പോവുകയാണോ? ഞങ്ങൾ വരും നിൻ്റെ കൂടെ. ഇനി ഒരിക്കലും നമ്മൾ പിരിയില്ല. നിന്നെ കൊണ്ടുപോകാൻ അവരെ ഞാൻ അനുവദിക്കില്ല, ഗാർഡ്സിനെ നോക്കി നിക്കോ പറഞ്ഞു. ഇബ്രാഹിം ഒന്നും പറയാനാവാതെ അവരെ നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് കേട്ട ഖദീജ സുൽത്താൻ എഴുന്നേൽക്കുന്നു. വഴിയിൽ പോയി തലകുനിച്ചു നിന്നു. അവളെ കണ്ട സുലൈമാൻ ശ്രദ്ധിക്കാതെ പോകുന്നു. മണിക്കൂറുകളായി ഞാനിവിടെ അങ്ങയെ കാത്തു നിൽക്കുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. സുലൈമാൻ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നു. വന്നോളാൻ തലകൊണ്ട് കാണിച്ചിട്ട് ചേംബറിലേക്ക് കയറിപ്പോയി. അവൾ അയാളുടെ പിന്നാലെ പോകുന്നു. സുലൈമാൻ എന്താണ് പറയാനുള്ളത് എന്ന ഭാവത്തിൽ അവളെ നോക്കി. ഇൻകാരം, അങ്ങേക്ക് എൻ്റെ മുഖം കാണാൻ പോലും താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ദിവസങ്ങളായി അങ്ങയെ ഒന്ന് കാണാനായി പലവട്ടം ഇവിടെ വന്നു. പക്ഷേ അങ്ങ് എന്നെ കാണാൻ വിസമ്മതിച്ചു. ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വാലിദയും അങ്ങും പറയുന്നത് മാത്രം അനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. അവസാനമായി അങ്ങ് എനിക്ക് വേണ്ടി കണ്ടെത്തിയ സെലബി മുഹമ്മദിനെയും ഞാൻ എതിർപ്പൊന്നും പറയാതെ അംഗീകരിച്ചു. ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി സുഖമാവും വരെ കാത്തിരിക്കാനും ഞാൻ ഒരുക്കമാണ്. അവളൊന്ന് നിർത്തി. എന്നിട്ട് അയാളുടെ കാൽക്കലിരുന്ന് പറയുന്നു. ഇൻകാരം, ഇബ്രാഹിം പാഷ അദ്ദേഹത്തിന് കിട്ടിയ വലിയ സ്ഥാനമാനങ്ങൾ പോലും ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. അതിന് കാരണം അദ്ദേഹം അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഞാൻ എനിക്ക് അദ്ദേഹത്തോട് തോന്നിയ ഇഷ്ടം മറക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ പേരിൽ അങ്ങ് അദ്ദേഹത്തെ ശിക്ഷിക്കരുത്. അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കണം. അത് കേട്ട സുലൈമാനും വികാരാധീനനായി. നിനക്ക് പോകാം ഖദീജ, സുലൈമാൻ പറഞ്ഞു. അവൾ സങ്കടത്തോടെ അവിടുന്ന് പോകുന്നു. സുലൈമാൻ്റെ കണ്ണ് നിറഞ്ഞു. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയോട് വന്ന് പറയുന്നു. സുൽത്താന, ഇൻകാരം തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ എണീറ്റ് പോകുന്നു. സുലൈമാൻ വാലിദ സുൽത്താനയോട് പറയുന്നു. ഖദീജയുടെ കാര്യം സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. ഞാൻ അത് പറയാൻ വന്നതല്ല. ഹുറം ഹാത്തൂനെ കുറിച്ച് പറയാൻ വന്നതാണ്. അവൾക്കെന്താ? ആയിഷ ഹാത്തൂനെ ആരോ കഴുത്തു മുറിച്ച് കൊന്നു. ഇന്ന് രാവിലെ മുറ്റത്ത് അവളുടെ ഡെഡ് ബോഡിയാണ് കണ്ടത്. അതിന് ഹുറം ഹാത്തൂൻ എന്ത് ചെയ്തു? ഹുറം ഹാത്തൂനാണ് ഇത് ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. ഹുറം അവളുടെ ചേംബറിൽ വിഷമിച്ചിരിക്കുന്നു. സുലൈമാൻ അങ്ങോട്ട് ചെല്ലുന്നു. അയാളെ കണ്ട ഹുറത്തിന് സന്തോഷമായി. സുലൈമാൻ, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നോ? അവൾ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അയാളെ ഹഗ് ചെയ്തു. സുലൈമാൻ ഹുറത്തിൻ്റെ കൈ പിടിപ്പിച്ചു. അവളെ നോക്കുന്നു. നീ എൻ്റെ കുട്ടികളുടെ അമ്മയാണ്. നീ എൻ്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും എല്ലാമായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീ എന്താണ് ചെയ്തത് ഹുറം? നീ ഒരാളെ കൊന്നു. ഇനി ഞാൻ എന്ത് വിശ്വസിച്ച് നിൻ്റെ കൂടെ കിടക്കും? ഹുറം ഒന്നും മിണ്ടാനാവാതെ അയാളെ തന്നെ നോക്കി നിന്നു.